ചേട്ടാ ബിരിയാണിന്റെ മണം എനിക്ക് പൈക്കുന്നു. എന്തെന്ന്? എനിക്ക് പൈക്കുന്നു. നീ പുറത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് ഭാഷ മാറിയത്? അത് പെട്ടെന്ന് മലബാറിന്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്റെ സംസ്കാരവും ഭാഷയും പെട്ടെന്ന് മാറും. അല്ല അതുകൊണ്ടല്ല, നീ മലബാർ കാര്യം എന്ന് പറഞ്ഞാൽ 2 ചിക്കൻ പീസ് കൂടുതൽ ഇരുന്ന് വിചാരിച്ചിട്ടല്ലേടി? ആരാ? ചേച്ചി ഇതാരാ? ചേച്ചിയുടെ വായിന്നൂടെ പിന്നെ എന്തിനാ വന്നേ? വിളിക്കാത്തടുത്ത് കേറി വരുന്ന നാണക്കേടല്ലേ? ഇതെന്താണ് ഇവിടെ അമ്പലത്തിലെ കുടുംബ അമ്പലത്തിൽ ഉത്സവമാണ് ഇവിടെ ഇവള് പറയുന്ന കേട്ടാ തോന്നുന്നില്ല. അല്ല, ഇനി ഞാനൊരു കോംപ്രമൈസ്. ആനീസ് കിച്ചൺ ആണോ? ആനീസ് കിച്ചൺ ഒറ്റ കെയർ ഓഫിലല്ലേ വന്നത്? അതെ അല്ലേ? ഇതിന്റെ കഥ അല്ലല്ല, ഇതിന്റെ കഥ ഇരിയടി നമ്മുടെ സ്വന്തം വീട് പോലെ ഉണ്ടാവും. അയ്യോ, അതായത് ഇപ്പൊ ആനീസ് കിച്ചൺ ആയാലും സൂപ്പർ സ്റ്റാർ ആയാലും ഈ കോമഡി മാസ്റ്റേഴ്സ് എല്ലാം ഒരു കുടുംബത്തിലുള്ള ചേച്ചി. അതെ. അപ്പൊ നിങ്ങളുടെ ഈ കുടുംബത്തില്, നമ്മുടെ ഈ കുടുംബത്തിൽ ഇപ്പൊ കുഞ്ഞമ്മ അപ്പച്ചി മാമ വീടെന്ന് പറയും പോലെ കുഞ്ഞമ്മയുടെ വീട്ടിലൊരു വിശേഷം നടക്കുമ്പോ അല്ല ഞാൻ പറഞ്ഞത് ആ ചേച്ചിയുടെ ഞാൻ ഉദാഹരണം പറഞ്ഞത്. ചേച്ചി പക്ഷെ സത്യമായി ഇപ്പഴാട്ടോ. അല്ല, ചേച്ചിയുടെ വീട്ടിൽ ഒരു വിശേഷം നടക്കുമ്പോ സ്വാഭാവികമായിട്ട് അപ്പുറം ഇപ്പുറം വീട്ടിലുള്ളവരൊന്ന് അറിയിക്കട്ടെ. ഇതിപ്പോ എങ്ങനെ വന്നതറിയാവോ? ഇവിടെ അടുക്കളയിൽ നിന്ന് മണം പിടിച്ചിട്ട് നമ്മൾ കയറി വന്ന പോലെ ഞങ്ങൾ ഇപ്പൊ വന്നത്. അറിയിച്ചില്ല, അത് കുഴപ്പമില്ല, പരാതിയല്ലേ? അതില് വിഷമമില്ല. ഇത് ആരുടെ കൈയാണെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ അല്ല, അല്ലല്ലേ? ഈ ബാബുവിന്റെ മോളില്ലേ ഇവളുടെ കൈ ഉണ്ടെന്നല്ലേ? പക്ഷെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യും. എന്നാന്നറിയോ? അഖിൽ ഇപ്പൊ എന്നാത്തോട്ട് കേറി വന്ന എന്നാ പേര് പറഞ്ഞിട്ടാ? നമ്മുടെ കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ അവിടെ എന്നാ തന്നെ മോനെ അന്യതായിട്ട് കാണുന്നേ. നമ്മുടെ കുടുംബമല്ലേ, അങ്ങ് കേറി പോരണം. ആരെങ്കിലും വിളിക്കേണ്ട ആവശ്യമുണ്ടോ? വരണായിരുന്നു. നിന്നെ വിളിച്ചായിരുന്നു ചേച്ചി? എന്നെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചത് ഒരേ ഒരു വ്യക്തിയാണ്, നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അബീതയെ വിളിച്ചത്. അബീത റഷീദ് അറിയില്ലേ? ഇത്ത ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, ഇവിടെ ഒരു കുടുംബാടി നടക്കേണ്ട വിഷയമാണ്. പുറത്തുനിന്ന് ഒരാള് അതിഥിയായിട്ട് വന്നിരിക്കുന്നുണ്ടോ ഞങ്ങൾ മിണ്ടാത്തത്. ശ്രീവിദ്യയുടെ സ്വഭാവം അറിയല്ലോ, 10 മിനിറ്റ് കഴിഞ്ഞാൽ അവള് ഇതെടുത്ത് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ മുല്ലശ്ശേരിയിലുള്ള ശ്രീവിദ്യയാവും. ചേച്ചി വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഇവിടെ ജഡ്ജ് ചെയ്യാൻ ആളുണ്ട്, മോണിറ്റർ ചെയ്യാൻ ചേച്ചിയുണ്ട്, ആങ്കർ ചെയ്യാൻ ഇവള് വരെയുണ്ട്, ഇവിടെ വയ്ക്കാൻ ആളുണ്ട്, കഴിക്കാൻ ആളെ നിങ്ങൾ ഇവിടെ ക്ഷണിച്ചോ? ഇവിടെ ഇത്ര ആൾക്കാരില്ലേ കഴിക്കാൻ? 20 ബിരിയാണി കഴിക്കാൻ 2 ചെമ്പ് പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അകത്ത് കയറി. അത് മാത്രമാണോ? കാസർഗോഡുള്ള 50 വീടുകളിൽ 3 ദിവസം ആഹാരം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവള് വന്നേക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. നാട്ടിലുള്ള കല്യാണവും പെരുന്നാളും എല്ലാം കൂടുമല്ലേ രണ്ടുപേരും? ആ ഒരു കല്യാണ ബഹളം ഉണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വേണ്ട ഒരു കുടുംബത്തായ ഈ ഒരു ബഹളം, കൂട്ടായ്മ, ഇതെല്ലാം ഇപ്പൊ ഒത്തിരി കുറവല്ലേ ബാബിത? അതാണ് കാര്യമായിട്ട് ബിരിയാണി ചെയ്യുന്ന കാര്യം. ബിരിയാണി ഉണ്ടാവുമ്പോഴാണല്ലോ കൂട്ടായ്മ കൂടുതൽ. സത്യം, ഓരോരുത്തർ അരിയാനും ആ ബഹളം വെക്കാനും പിന്നെ ഇതേപോലെ തല്ലുണ്ടാക്കാൻ രണ്ടെണ്ണം കേറി വരിക. അല്ല, ഇത് വിളിക്കാത്തതിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. എനിക്ക് അതാണ് സത്യം കാര്യം. പാർവതിയാണല്ലോ. അല്ല, എന്നെ വിളിച്ചതല്ല, ഇങ്ങനെ പരിപാടി നടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു, അപ്പൊ അതിന് ആങ്കർ വേണ്ടേ? ശരി, ഉളുപ്പ്. ആങ്കർ എന്തിനു ഉളുപ്പ്? സ്വന്തം കുടുംബത്തിൽ പരിപാടി നടക്കുമ്പോ ആങ്കർ ചെയ്യാൻ ആള് വേണ്ടേ? ഞങ്ങൾ എന്തൊരു കുറ്റം പറയണം? വരുന്ന ആ ചേച്ചിയുടെ ടേബിളിൽ നിന്ന് 2 അണ്ടിപ്പരിപ്പ് വെച്ചപ്പോ അതുപോലെ ഞങ്ങൾക്ക് തന്നില്ല. ഇത് മാത്രല്ല, ഇത് പാർവതിയുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. കാര്യം അറിയാമോ? അവള് പറവി നോക്കുമ്പോ അവിടെ ആരാ ലെജൻസും ഒറ്റയ്ക്കാണ് അവള് സംസാരിക്കുന്നത്. ശരത് സാർ, ഇപ്പുറത്തെ ഷാൻ റഹ്മാൻ. നമ്മളെവിടെ നോക്കിയേ, നമ്മളെങ്ങോട്ട് നോക്കിയാ കാസർഗോഡുള്ള ഒരു ശ്രീവിദ്യയും, വെഞ്ഞാറുകുട്ടിയുള്ള ഒരു രോബിയും, അമ്പലത്തറയിലെ ഒരു ഡയാനയും, നെടുമങ്ങാടുള്ള ഒരു കുട്ടിയും. പക്ഷെ ബോംബെയിലുള്ള ശ്വേത ചേച്ചിയെങ്കിലും വിളിക്കായിരുന്നു. നമ്മുടെ ലെജൻഡ് ശ്വേത ചേച്ചിയെങ്കിലും വിളിക്കായിരുന്നു. അതും അത് ആ വണ്ടിയില് നമ്മൾ കയറി വന്നേനെ. പിന്നെ എന്താ ചെയ്യാ? ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അല്ല അനി ചേച്ചി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവര് വലിഞ്ഞെറിയുന്ന ഒരു മര്യാദയില്ല, കുറച്ച് നേരത്തെ വരണ്ടേ? നേരത്തെ വരേണ്ട ഒരു മര്യാദെങ്കിലും കാണിക്കണ്ടേ? ഇപ്പൊ ഇവിടെ എത്തിയെന്നറിയാവോ? പുറത്തു വന്നിറങ്ങിയപ്പോ ശ്രീവിദ്യ എന്റെ അടുത്ത് പറഞ്ഞു, അയിലേട്ടാ ഇത് മലബാറാണ്, മലപ്പുറം ഏരിയ, എന്റെ വീട് കാസർഗോഡാ. അപ്പൊ ഈ മലബാറുകാർക്ക് എന്നോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ്. ഞാനിപ്പോ നോക്കി അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് നയൻതാരയുടെ എൻട്രി പോലെ ആയിരിക്കും ഞാൻ എവിടെ ഇറങ്ങാൻ പോകുന്നത്. നേരെ ഒറ്റത്തില്ലേ, ആ ചേച്ചി ഇങ്ങോട്ട് നോക്കുന്നപോലുമില്ല. ഈ വരിയുടെ അതെ, ഇവിടുത്തെ ഈ വരിയില് ഏറ്റവും അറ്റത്ത് കറുത്ത ചുരിദാറിട്ടൊരു ഇത്ത നിന്നിട്ട് ബിരിയാണി വെക്കുന്നുണ്ട്. അതായത് നേരത്തെ പ്ലേറ്റ് ഇട്ട് പൊട്ടിച്ചിത്ത. ആ ഇത്തരം അടുത്തെത്തി ഇവൾക്കിപ്പം രാജകീയ എൻട്രി കിട്ടും. അതാണ്, അങ്ങനെയാണ് മനസ്സിൽ വന്നിറങ്ങിയതും. ഇങ്ങനെ ശ്രീവിദ്യ നോക്കിട്ട് വിളിച്ച് ഫോട്ടോ എടുക്കാനാണ്. അപ്പൊ നേരെ ഞാൻ എന്നെ വിളിച്ചില്ല, ശ്രീവിദ്യ വിളിച്ചിട്ട് പേരെന്തോന്നു? അപ്പം പേരെന്തത്? ശ്രീവിദ്യ. ഇവിടെ എന്തെങ്കിലും ചെയ്യണുണ്ടോ? അപ്പൊ ശ്രീവിദ്യ, ഞാൻ ഇല്ല, ഇവിടെ ഇങ്ങനെ വെറുതെ വന്നാ. ഓ
അല്ല മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച പാർവതിയെ പോലെ എന്തെങ്കിലും കാണിക്കണം. ആ പാർവതിയെ പോലെ ഒന്ന് ഇങ്ങനെ നല്ല ഇംപ്രഷൻ ഉണ്ടോടാ? ചേച്ചിക്ക് മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഇത്ര വില ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു കാര്യം ചെയ്യൂ, രണ്ടുപേർക്കും പണി മനസ്സിലായി എന്നറിയാം. ഇനി ഒന്ന് ഇവിടെ എന്തെല്ലാമാണ്, എങ്ങനെയാണ് ഒരു പാചകം ചെയ്യുന്നത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കണ്ടേന്ന് കാണിച്ചത്. എനിക്കറിയാം അവക്കറിയാം. ഇത് കഴിഞ്ഞ് നന്നായിട്ട് കഴിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ വന്നേ. ഇതാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ ചിക്ക. സോനാണോ പിന്നെ? നമ്പർ 1 അതെ അതല്ലേ ആദ്യത്തെ ടേബിൾ. ശരിയാണല്ലോ. ഞാൻ ഈ സലാഡാ നോക്കിയത്. അതാണ് സ്പെഷ്യൽ. അതാണ് സ്പെഷ്യൽ. വെയിറ്റ് ലോസിന് പറ്റിയ സലാഡാ. വെയിറ്റ് ലോസിനോ? നീ മേടിച്ചേ, ഞാൻ വെയിറ്റ് എങ്ങനെ കൂട്ടാൻ നോക്കിട്ട്. ഉമ്മയുടെ പേര് സുലേഖ. സുലൈഖ. ഞാൻ കേട്ടിട്ടുണ്ട് സുലേഖ, മനസ്സിൽ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. പേരെന്താ? ഹിമ. മോള് മോള് റബേക്ക. ഈ റബേക്കയ്ക്ക് ഒരു ഇരട്ട പേരുണ്ടല്ലോ, അത് പറഞ്ഞേ. എന്താണ് റബ്ബർക്കായിന്നാ? ശ്രീവിദ്യക്ക് കുറെ ഇരട്ട പേരുണ്ട്. എനിക്ക് വത്തക്കാന്നായിരുന്നു സ്കൂളിൽ വിളിച്ചോണ്ട്. തണ്ണിമത്തൻ ഫേസ് അങ്ങനെ ആയിട്ട്. ഓ അപ്പൊ നമ്മൾ പച്ചക്കറി കുടുംബത്തിലാണ്. അല്ല ഞാന് ചേച്ചിയുടെ ഒരു ഇത് കേട്ടായിരുന്നു ഇവിടെ വന്നപ്പോ. ചേച്ചി ഇത് പ്രേമിച്ച കല്യാണം കഴിച്ചത്, അതുകൊണ്ട് എന്നിട്ട് മോളെടുത്ത് പറഞ്ഞു നീ ഒരിക്കലും പ്രേമിച്ച കല്യാണം കഴിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? സ്കൂളിൽ പോകുമ്പോ നമുക്ക് അറിയാലോ, ബസ് കാത്തു നിൽക്കുമ്പോഴൊക്കെ. അപ്പൊ ചേച്ചി ബസ് കാത്തിട്ടപ്പോഴാണ് പ്രേമിച്ചത്? അതെ, പറഞ്ഞു ലൈൻ അടിക്കാൻ നിക്കല്ലേ, പോകുന്ന പോലെ തിരിച്ചിങ്ങോട്ട് വന്നേക്കണം. അല്ല മോള് ഓട്ടോറിക്ഷ വിട്ടാ പോരെ. ചേച്ചി വരാനുള്ള പ്രേമം ബസ് പിടിച്ചായാലും ഓട്ടോ പിടിച്ചായാലും വന്ദേ ഭാരത് പിടിച്ചായാലും വരുന്നതാണ് എന്റെ ഒരു അനുഭവം. നീ ഇത് പറയും, രാത്രി വീട്ടിൽ ചെല്ലുമ്പോ അവളെ കൊല്ലും. ഒരിക്കലും ഇല്ല. ഇല്ല. ഇതെന്താ ചേച്ചി ഇത്? മോമോസ്. മോമോസിന്റെ വലുത്. മോമോസിന്റെ 10. മോമോസ്. ഇതിനകത്ത് ബിരിയാണി ഉണ്ട്. ഇതാണോ? ഞാൻ പൊളിച്ചു നോക്കിയത് സത്യം. എന്നാ ഞാൻ നോക്കട്ടെ. അതെന്ത് ബിരിയാണിയാ ഇങ്ങനെ വരണം? ഇതിനകത്ത് ഒരു ബിരിയാണി വന്നത് സർപ്രൈസ് ആണോ? പറയില്ല ഞങ്ങൾ പറയില്ല, അതൊക്കെ ലാസ്റ്റ്. ഒളിപ്പിച്ച് വെച്ചതാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിപ്പോ മൈക്ക് കൂടെ പറഞ്ഞ ബാക്കി എല്ലാരും കേക്കില്ലേ? ശരിയല്ലേ? ഇത് മത്സരം നീ വിട്ടുപോകുന്നില്ല. കനകക്കുന്നില് ഓണാഘോഷത്തിന് വന്നതല്ല. ഡോക്ടറാ. ആണോ? എന്തിന്റെയാ? MBBS കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ JR ആയിട്ട് സർജറിയില് വർക്ക്. ആണോ? ചേട്ടാ കേട്ടല്ലോ? എന്താ കേട്ടില്ല? ഞാനും കേട്ടില്ല, അതാ ചേട്ടൻ കേട്ടോന്ന് ചോദിച്ചേ. ജൂനിയർ റെസിഡന്റ് സർജറി വിഭാഗം. വലിയ ഡോക്ടറാ. നിങ്ങക്ക് മനസ്സിലായില്ലല്ലോ അത് ഏതാ സെക്ഷൻ? എനിക്ക് നമ്മൾ അതിലോട്ട് അധികം പോകണ്ടല്ലേ? നമുക്കറിയാൻ പാടില്ല. ചമ്മന്തി അടച്ചു വെച്ചിട്ടോ നമ്മള് വന്നപ്പോ. വേണ്ട, ഇപ്പോഴാണ് കറക്റ്റ് ഞാൻ ബിരിയാണി മറ്റേ കല്യാണ വീട്ടിലെ ബിരിയാണി ചെമ്പ്. Oh my God. ഇതുപോലൊരു ചെമ്പ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്, പോകുമ്പോ കൊണ്ടുപോവാനോ. പിന്നെ കേരളത്തിലെ എത്ര വീട്ടിലെ പയ്യന്മാര് പ്രാകുന്നുണ്ടാകുന്ന അറിയാവോ? അതല്ലെന്ന്, ഇത് ടി വി കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് വീട്ടിലുള്ള എല്ലാ മക്കളെ അമ്മമാരും ഇതിലൂടെ കണ്ടാ നിക്കുന്നുണ്ടോ? എനിക്ക് തോന്നണേ ചേട്ടാ, അവൻ കണ്ടെത്തി കളിക്കാൻ വേണ്ടി പോയപ്പോ ഒരു മോനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ? അങ്ങനെയല്ല, മോനെ കൊണ്ടുവരാൻ പറ്റൂല. സപ്പോർട്ടായിട്ട് വന്നിട്ട് എടാ എപ്പോഴും ബിരിയാണി വെക്കാൻ കൂടെ കൂടുവോ? ഉമ്മാക്ക് സാധനം കഴിച്ചെടുക്കലും ഒപ്പം കൂടുതലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ ലൈക്ക് പിന്നെ ഇനി കല്യാണം കഴിക്കണല്ലോ കുറച്ചു നാളാവുമ്പോ, അപ്പോഴത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണോ എന്താ? പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കല്യാണം സഹായിക്കാൻ അല്ലല്ലേ? ഉമ്മാനെ സഹായിക്കണം, പിന്നെ കെട്ടുമ്പോൾ വെക്കണം. ആദ്യം നന്നായിട്ട് പാട്ട് പാടും. ഫാത്തിമാന്നോ? അത് രാത്രി 12 മണിക്ക് ശേഷം വാതിലിങ്ങനെ ചെവി വെക്കുമ്പോ കേക്കണല്ലേ അകത്ത്. പാട്ടല്ലേ ഫാത്തിമാന്ന് നീട്ടിപ്പാടും. അവൻ വിളിക്കണതാ ഫോണില്. ഇനിയിപ്പോ ആരും അറിയില്ല. ഇപ്പില്ലേ? ഭംഗിയാ നോക്കിയത്. ഒരു മുന്തിരിക്കണം. ഭയങ്കര കണ്ടറിയാട്ടോ അമ്മയും മോളും ആണെന്ന്. അതുപോലെ ഇരിക്കണ ഒരുപോലെ. അതറിയാം, അമ്മയും മോളും മത്സരം അങ്ങനെ അമ്മയും മോളും. അല്ല മുഖം കണ്ട അറിഞ്ഞൂടെ? ചിലരുടെ പറയാറില്ല എല്ലാരും ഒരുപോലെയാണെന്ന്. രണ്ടുപേരുടെ പേര് പറ. നസീമ. ഓക്കെ. ഷഹല. ഓക്കെ. ശകലം ബിരിയാണി. ശകലം ബിരിയാണി. സ്പെഷ്യൽ ബിരിയാണിയാണോ? മലബാർ ചിക്കൻ ബിരിയാണി. കഴിക്കാം നമുക്ക്. തനി നാടൻ മലബാർ ചിക്കൻ ബിരിയാണി. ഓക്കെ. ചേച്ചിയെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് 11 മക്കളെങ്ങാണ്ടുള്ള വലിയൊരു ഫാമിലി അല്ലേ? അവിടെ മൊത്തം ഒരു
കൂട്ടുകുടുംബം എന്ന് പറയും. ഇപ്പോഴത്തെ കൂട്ടുകുടുംബം ഒരു മാക്സിമം 10 പിടിക്കാം. ഇത് എത്ര പേരുണ്ടാവും കുടുംബത്തിൽ മൊത്തം? 35 ആള് ഒരു വീട്ടില് കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോ അപ്പൊ എന്നും നിങ്ങളുടെ വീട്ടില് മറ്റേ ബിരിയാണി വലിയ ചെമ്പ് എല്ലാതും ബിരിയാണിന്ന് മാത്രല്ല എല്ലാതും സാധാരണ കൃഷി ചെയ്തിട്ടുള്ള എല്ലാ ഫുഡുകളും നാടൻ ഫുഡ് ആയാലും ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ബീഫായാലും എല്ലാതും അങ്ങനെ ഒരുപാട് വേണം. ഇവരുടെ ലൊക്കേഷൻ നോക്കി വെച്ചു ഈ വഴി പാസ് ചെയ്യുമ്പോ എന്ന് പോയാലും ഫുഡ് ഉണ്ടാവും. ഓക്കെ എല്ലാ ദിവസവും അവിടെ കാറ്ററിംഗ് നോക്കിയടാ. നമ്മള് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 2 നഴ്സുമാര് വരില്ലേ? അവര് വച്ചേക്കണ നോക്കി നമ്മള് റെസ്റ്റോറന്റിലൊക്കെ ഇരിക്കില്ലേ? ഇത് മുളക് കൊണ്ട് ഉണ്ടാക്കിയാണോ? അടിയിലെ പയറാണോ? അടിയിലെ പയറ്, മുകളില് ക്യാപ്സിക്കം, റെഡ് ചില്ലി. നിങ്ങൾ 3 പേരാണോ? ഇതാരാ? ഇതാരാ കുഞ്ഞു ബിരിയാണി? ഇവര് കറക്റ്റ് മത്സര ബുദ്ധിയോടെ വന്നേ. കാര്യം അറിയാമോ? ക്യാമറയ്ക്ക് പോലും ഒരു സാധനം പുറത്തു കൊടുത്തിട്ടില്ല. അതെ, ഐ ഡി കാർഡ്. അയ്യോടാ, ഉണ്ട് ഒരു ചെറിയ ബിരിയാണി. വളർന്നു വരുന്ന ഷെഫും വളർന്ന 2 ഷെഫും. പഠിച്ചോളൂ. പാട്ടുകാരിയാ. ഞങ്ങളൊരു പാട്ട് പാടിച്ചു. നേരത്തെ ഒരു പാട്ട് കേട്ടു എന്ന് പറഞ്ഞില്ലേ? ആ പാട്ട് ഇവിടെ ഞങ്ങൾ പുറത്തു വന്നപ്പോ കേട്ടായിരുന്നു. ഈ പാട്ട് പാടുന്നവരെ ഇവൾക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ കഴിവുള്ളവരെ കാണുമ്പോ എന്റെ ഉമ്മ നെഞ്ചിനകത്തൊരു പിടച്ചില്ല. ചെറിയ പ്രശ്നം, വേറെ അങ്ങനെ ഒന്നുമില്ല. ഞാനിവിടെ സീറ്റ് പിടിച്ചു. പരൽമീനാ? അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റേ നീ കൊഞ്ച് മറ്റേ ഇതില് ഒട്ടിപ്പിടിച്ചെടുക്കുന്ന തോട്ടിലെ മീൻ. ദേ അയ്യോ, ആരോടെ ഇവര് ഓ താങ്ക് യു. കണ്ടാ നിങ്ങൾക്ക് അഖിലിന്റെ കോമഡി മാസ്റ്റേഴ്സ് കാണിക്കുമ്പോ അതിന്റെ അരുവത്ത് ഒരു പെണ്ണിരിക്കണ കണ്ടിട്ടുണ്ടോ? അതാണ് ഞാൻ നിങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതാ? അതാണ് ഒത്തൊരുമ. അല്ല, അവര് ഒരു കുടുംബത്തിൽ ഇനി വലിയ വഴക്കുണ്ടോ? ഒരു പാട്ടും കൂടെ പാടുന്നോ? ഇല്ല അല്ലേ? ഇല്ല, അവര് ഇതിൽ നിൽക്കുക. എന്താ പറയുക, ഇത് പൊട്ടിക്കണം, പുറത്തെടുക്കണം, സത്യം. ഇനി അതിലേക്ക് മത്സരത്തിലേക്ക് ഇന്നായല്ലേ? ആര് കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാൻ വരും കേട്ടോ. വീണ്ടും ഒരേപോലത്തെ ഡ്രസ്. ശരിയാണല്ലോ, എല്ലാം റെഡ്. ചേച്ചി അനിയത്തിയും പോലെ അങ്ങനെ എല്ലാരും പറയാറുണ്ടോ? ചുമ്മാ കാര്യം ആണോ? നിനക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവും. ഇടക്കൊരു കുശുമ്പോൾ കുശുമ്പ് എന്താ പറയാ? അപ്പൊ അവർക്കൊന്നും അവർക്കൊന്നും കണ്ടു കാണൂല. അപ്പൊ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കുക്കിങ്ങിലേക്ക് വന്നതാണോ? വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവൾക്ക്. ഫുഡ് കഴിക്കാനാണ് ഇൻട്രസ്റ്റ്. ശരി, അത് ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടാ. ഓക്കെ, ഞങ്ങള് പോയിട്ട് വരാം. അവര് വേറെ യൂണിവേഴ്സിലാന്ന് തോന്നുന്നു. അവര് നമ്മളെ കണ്ടത് ഒളിപ്പിച്ചറാ. അതെന്ന് തോന്നുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചിലര് വരുമ്പോ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനം ഉള്ളത് നമ്മള് കട്ടിലിന്റെ ഇടയിലേക്ക് നിൽക്കൂലേ? സത്യം പറഞ്ഞ നിങ്ങൾ എന്താ താഴെ എടുത്ത് വെച്ചേ? സ്വീകരിച്ചതാ. ഇതിനെന്താ നിങ്ങൾ നാട്ടിൽ പറയാ? പൈനാപ്പിളിനെ പൈനാപ്പിള്. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷാരോ? ഇവിടെ എന്താ പൈനാപ്പിൾ അതല്ല, മലപ്പുറത്ത് എന്താ പറയാ? എന്താ പറയാ? കൈതച്ചക്ക. കൈതച്ചക്ക. ഞങ്ങളുടെ പുറത്തിച്ചക്ക, ഞങ്ങളവിടെ മുണ്ടച്ചക്ക. പോണ വഴിക്കാ ഗ്രാമ്പ് ഒന്ന് കൈ ഒന്നും തൊട്ടല്ല. അവരത് കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചേ. ഞാൻ പറയട്ടെ, പറയണ്ട, അറിയാം. വന്ന് പെട്ടതല്ലേ? എടാ, നീ പെട്ടാരെ എല്ലാവർക്കും അറിയാം. അമ്മയുടെ നാട് നിങ്ങളെ പറഞ്ഞു കൊടുക്കാണ്. എന്റെ മോനെ അത്ര ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയും നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാ. വല്ലപ്പോഴും വർഷത്തിൽ 1 or 2 കിട്ടിയാ കിട്ടി ഇങ്ങനത്തെ കോംപ്ലിമെന്റ്. അതുകൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചോ. അവ ശരിക്കും കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല. അല്ല, അത് ചെയ്യാൻ സഹായിച്ചു തരും എല്ലാം. എന്നിട്ട് അത് ബുദ്ധിമുട്ടാവും നമുക്ക്. അല്ല, അങ്ങനെയല്ല. ഞാനൊക്കെ അങ്ങനെയാണ്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ സഹായിക്കാൻ കയറും, പക്ഷെ അത് പിന്നെ അത് ബുദ്ധിമുട്ടായി പോകും. അതെ, അതുകൊണ്ട് രാഹുലേട്ടൻ കിച്ചണിലേക്ക് കയറുകയെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇതാണ് എനിക്ക് കാണേണ്ടത്. ഫാൻ കേളാ. എന്റെ കലാജീവിതത്തിൽ ഇത്രയും ഇൻസൾട്ട് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ഇത്ത വന്നപ്പോ പേരെന്താണ്? അത് ഈ ഇത്ത. ഞാൻ ചോദിച്ചു, അത് ഞാനാണ്. എന്ത് ചെയ്യുന്നു? ഞാനൊന്നും ചെയ്യുന്നില്ല. സെലിബ്രിറ്റി ആണോ? ഞാൻ വിളിച്ച പാർവതിനെ പോലെ ഇരിക്കുന്നത്. ചേട്ടാ, അതെ ഞാൻ പറയട്ടായിരുന്നു. ഇത് ഞാൻ എനിക്ക് എങ്ങനെ മനസ്സിലായിരുന്നു? നമ്മള് കേറി പോയില്ലേ, ഞങ്ങള് കേറി പോയില്ലേ, അപ്പോഴേ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്രയും സുന്ദരിയായി വന്നല്ലോ. പിന്നെന്താ തിരിച്ചു പിടിക്കുന്നുണ്ട്. മൈക്ക് രജിസ്റ്റർ അല്ലേ? എന്താ സുന്ദരി കുട്ടിയായി വന്നപ്പോ എനിക്ക് തോന്നി എന്തോ ഒന്ന് ഇവിടെ ചെയ്യാൻ. ഇത്രയും നേരം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് അത് എന്നോട് ഒരു വാക്ക്. സൂപ്പർ അല്ലേ? അങ്ങനെയല്ലല്ലോ. എന്റെ അടുത്ത് എന്താണെന്നറിയോ, നിന്നെ കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ പറഞ്ഞത് ആരാ? ഞാൻ വിചാരിച്ച പാർവതിനെ പോലെ. അതായിരുന്നു ടോൺ, എനിക്ക് മനസ്സിലായി. അതായിരുന്നു ടോൺ. സത്യം പറഞ്ഞതല്ലായിരുന്നല്ലോ. അതായിരുന്നു ടോള്. എവിടെ ഇത്രയും സ്ഥലത്ത് നമ്മൾ കറങ്ങിയില്ലേ,
ഇത് നോക്കിയേ, ഇവിടെ മാത്രം നോക്കിയേ. ബിരിയാണി. അതായത് ഇവിടെ ഉള്ള സാധനം ഇതാണ്. വരുന്ന ചോദിക്കണ്ട, അതിന് മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട, പരിപാടി എഴുതി വെച്ചു. മലബാർ പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഗ്രേപ്പ് ജ്യൂസ് വേണോ, ലൈം വേണോ? അയ്യേ അതൊന്നും അല്ലത്. ഒന്നുമല്ല എന്താ പറഞ്ഞ ഒന്നുമല്ല ഇതെന്തൊക്കെയാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ചേട്ടാ പറഞ്ഞോട്. ചേട്ടാ കളറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കളർ മനസ്സിലായി ചേച്ചി. അയ്യോ ഇത് hibiscus. ഇത് കളറല്ല hibiscus. ചോദിച്ചത്, പിന്നെ സംഭവം അല്ല ഇത് എന്ന് പറയണം. ശംഖുപുഷ്പം. അതൊക്കെ ഭാഗ്യ ആദ്യം പറഞ്ഞാലും കേട്ടില്ല. ഇത് കാന്താരി വെള്ളം അല്ല അല്ലേ? ഇത് നാരങ്ങ സോഡ. അല്ല എന്താ ചേച്ചി പറഞ്ഞു? നെല്ലിക്ക. ഇത് പച്ചമാങ്ങ, ഓ ആ ഇത് തുളസി ജ്യൂസ്, ഓ ഓക്കെ. എന്റെ അമ്മ ശംഖുപുഷ്പം, വെറൈറ്റി. ഇത് പിന്നെ ഹണീബി. പനീർ കൂർക്കയും തുളസിയുടെ ഇലയും കറുകപ്പട്ടയും വെച്ചിട്ട് ഒരു കോഫി ഓക്കെ, മമ്മൂക്കൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. ആണ് ആ. എന്റെ മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് കണ്ട് ഈ എപ്പിസോഡ് കണ്ടിട്ട് മമ്മൂക്ക് എല്ലാം കാണുന്ന ആളാ. അതെ, എന്തെങ്കിലും ഒരു വഴി ഞാൻ മമ്മൂക്കയായിട്ട് നല്ല ഉണ്ണിയപ്പം ടെംസിലല്ലേ? കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ മമ്മൂക്കയായിട്ട് നല്ല എന്തെങ്കിലും അങ്ങനെ ഒരു ഫാനായ സ്ഥിതിക്ക് ആ. എന്റെ എന്തെങ്കിലും വേറെ നല്ലൊരു ഫുഡ് നമുക്കൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കണില്ലല്ലോ. അല്ല ഇത് അങ്ങനെ കണ്ടിട്ട് പറ്റട്ടെ. മമ്മൂക്ക് വിളിച്ചിട്ട് പറയട്ടെ എനിക്കൊരു ബിരിയാണി കഴിക്കണം, ഉണ്ടായിക്കൊണ്ട് വന്ന് പറയട്ടെ. ഇൻഷാ അല്ലാ, ഇൻഷാ ഞാൻ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിമെന്റ് കിട്ടിട്ടുണ്ട്. അല്ല ഉണ്ടാക്കിയ അമ്മയാണ്. അന്ന് അന്ന് അതിനുശേഷം പിന്നെ PTP സോറി അവിടുത്തെ പനമ്പള്ളി നേരിലെ വീട്ടിൽ കേട്ടിട്ടില്ലേ അവളെ? മിണ്ടിട്ടുമില്ല. ഇവ ലുക്കല്ലേ? ഇവ മോഡൽ ആവേണ്ടതാണ്. ഞാൻ അവിടെ ക്യാമറ ക്ലിക്ക് ചെയ്യാണ്. ആ. 3 ഒന്ന് pause പോസ് ചെയ്യ്. ടപ്പേ 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 മാറ്റണം. ഓക്കെ, റെഡി 1 2 3. സെറ്റ്. അവൻ നന്നായിട്ട് ചെയ്താ, നിങ്ങളെ ചിരിപ്പിച്ചു. അമ്മ ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടാ? അമ്മയ്ക്കോ? എടാ ഇങ്ങനെ ഇനി പറഞ്ഞു ഏ എത്ര എണ്ണം ഉണ്ട്? അതമ്മ എടുത്ത് പറഞ്ഞത് പറയാതെ Chatting ഇങ്ങനെ പരിപാടി. സ്കൂളിലാണോ നീ കോളേജിലാണോ? ഞാൻ സ്കൂളാണ്. ഫാൻസ് ഉണ്ടോ നിനക്ക് ഒരുപാട്? ഇല്ല അല്ല അങ്ങനെ ഫാൻസ് ഒന്നും ഇല്ല. അവൻ ട്രൂ ലവിന്റെ ആളാ. ഹലോ, ഞങ്ങളുടെ ബിരിയാണി ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആകാശവാണിയില് വാർത്ത വായിക്കണേ. ഡൗട്ട് ചോദിച്ചോട്ടെ, ആ, പറ. ഈ എന്തെങ്കിലും ഈ ക്ലാസ് ടീച്ചിങ് അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷൻ ആണോ? എന്നേക്കാൾ പ്രായമുള്ള ആളുകളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാ ശ്രീവിദ്യേച്ചി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ. ആ വാ. ഇങ്ങനെയൊന്നും ആയാ പോരാന്നേ. ഇതെന്നെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാം. രണ്ടെണ്ണം തുടങ്ങി. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. ആരുമില്ല എനിക്ക് വേണ്ടി ഒന്ന് കൈയടിക്കാൻ. ഞങ്ങളുണ്ട് ചേച്ചി. നെക്സ്റ്റ് എന്താണ് ഒരു ആഫ്റ്റർ 5 years വാട്ട്സ് യുവർ പ്ലാൻ? ഇനി ഒരു ഓർ എന്താവും ഒരു എനി വിഷൻ? ലാലി ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണ്ടേ ചേച്ചി? അതാണ് എന്റെ ലക്ഷ്യം. രാജ്യത്തിന് വേണ്ടി മാത്രം. അയ്യോ ദേ ഒരു കുഞ്ഞിനെ പോലെ കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ കിടത്തില്ലേ? ഇതിനകത്ത് ബിരിയാണിയാണോ? ബിരിയാണി വെച്ചിട്ടില്ല, ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതില് ഇതെന്താ ഇത്? മുളക് ചമ്മന്തി അല്ല, മുളക് ചമ്മന്തിയല്ലോ, മുളക് ഉണ്ട്, നെല്ലിക്കയാണ്. ഇതല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് വായിൽ വേറെ കാര്യമുണ്ട്. ഈ വെള്ളം മരിക്കും. മലബാർ സൈഡിലായിരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ഈ പല കുറേ, വിഭവങ്ങളും ഉണ്ടാവും, ഇത് ടേസ്റ്റുകൾ കിട്ടുന്നത്. ഇപ്പം പലഹാരങ്ങളാണേലും ഇങ്ങനത്തെ ഇതാണേലും മലബാർ സൈഡിൽ ഇതുപോലെ ഒരുപാട് കാണാൻ പറ്റും. സാധാരണ ഈത്തപ്പഴം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നെല്ലിക്ക നമ്മുടെ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന നെല്ലിക്ക നല്ലതുമല്ലോ, ഹെൽത്തിന് നല്ലതുമല്ലോ. അപ്പൊ ബിരിയാണിന്റെ കൂടെ സാധാരണ നെല്ലിക്കയുടെ ഒരു ഇത് വെക്കാറൊന്നുമില്ല ആരും. പക്ഷെ ഞാനൊന്ന് മാറ്റി പിടിച്ചു നോക്കിയതാണ്. ഇവനെ നിർബന്ധിച്ച് വിളിച്ച് കയറ്റുന്നതാണോ പക്ഷെ സ്വയം ആഗ്രഹം കൊണ്ട് വരുന്നതാണോ? അല്ല അമ്മ പറഞ്ഞേ. കുറച്ചൊക്കെ നിർബന്ധിച്ചതാണ്. ഒന്നിക്ക് സപ്പോർട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു, പിന്നെ അങ്ങോട്ട് ശരിയായി. ഓക്കെ, ഇന്ന് എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത്? സ്റ്റൗ ഉണക്കി കൊടുത്തു, വെട്ടിക്കൊടുത്ത് കട്ട് ചെയ്ത് അടിച്ചോ ഇപ്പൊ പരിപാടി ഉണ്ടാക്കാൻ? പണ്ടേ അറിയാം. അറിയാലേ? നല്ലപോലെ പിടിപ്പിച്ചു. അതുകൊണ്ട് നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ട് എന്താ അറിയില്ല, അതോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോ ചിക്കന്റെ ഉള്ളിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല സ്വാദുണ്ട്. ഏതായാലും ആ നല്ല കയ്യാന്നെനിക്ക് മനസ്സിലായി. ഇനിയായിട്ട് കൈപ്പുണ്യം. ജോലി കൊടുക്കാം. നല്ല കാര്യം അമ്മേ. എന്തറിയോ, നാളെ മുതൽ ഫുള്ള് നീ വീട്ടിൽ ഉണ്ടാക്കണം. സ്റ്റാർട്ടിങ്ങാ പറയുന്നത്. ചേച്ചി ബിരിയാണി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. ആണ്. ഏറ്റവും ഇഷ്ടമുള്ള എന്താ ഉണ്ടാക്കാൻ? ഉണ്ടാക്കാൻ ഇഷ്ടം പുഡിങ്സ്, ഡെസേർട്ടുകൾ ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതവിടെ പിന്നെ ബേക്കിംഗ്, ഞാൻ കേക്ക് ഷോപ്പ് നടത്തുന്ന ആൾ തന്നെയാണ്. ചേച്ചിയും ഹസ്ബൻഡും ഒരുമിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആൾക്കാരാ. അതെ, അപ്പൊ ഒരുമിച്ച് കുക്ക് ചെയ്ത് പ്രേമിച്ചാണോ? അങ്ങനല്ല പറയാം, സത്യം. അടിപൊളി അടിപൊളി ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആ ഗുലാബ് ജാമുൻ ഒന്ന് മാറ്റി വെച്ചേ. അത് എടുക്കാം നമുക്ക്. പേരെന്താ? സതുൽ രാജ്. സതുൽ. സതുൽ രാജ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേരാണ് സതുൽ. സതുൽ ഒരാളേ ഉള്ളൂ. ഉണ്ട്. എന്നെ എനിക്കൊരു അവളുടെ പേരെന്താ?
ഓക്കെ പറഞ്ഞു. മൂത്താള് സതുൽ രാജ്, രണ്ടാമത്തെ ആള് സജുൽ രാജ്, ഹസ്ബൻഡിന്റെ പേര് സൻരാജ്, ഷിജില രാജ്. ഇത് എത്ര രാജകുടുംബം. ഓക്കെ, ഇവൻ എങ്ങനെ പാട്ട് പാടും ഡാൻസ് കളിക്കാൻ? എന്തൊക്കെയാണ് ഇവന്റെ കഴിവുകൾ? എന്താ ആക്ട് ചെയ്യും, ആക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ആരെങ്കിലും ഇപ്പൊ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? സത്യമാഷ്. ഇവിടെ സൂപ്പർടാ. ഇത് ആരാ ഉണ്ടാക്കിയ? പൂങ്കുഴിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അല്ല ഏട്ടാ, അത് അല്ല, അത് പൂങ്കുഴി ഗരുഡൻ. പോലിരിക്കുന്നില്ലേ? ഇത്ര നേരം ഇത് ഉണ്ടായില്ല. അഖിലേട്ടൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാൻ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നേ. സത്യം പറ. പൂങ്കുഴി അങ്ങ് ഞങ്ങൾക്കൊക്കെ അത് ഗരുഡനാണ്. ചേട്ടാ എങ്ങനെ അത് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് ശരിക്കും ആരാ ഉണ്ടാക്കിയത്? ഹെൽപ്പർ ആരായിരുന്നു? ഉമ്മ സംസാരിക്കില്ല, മോളെ സംസാരിക്കണ അല്ലേ? ഉമ്മയ്ക്ക് ആക്ഷൻ ആണ്, സംസാരമില്ല. പക്ഷെ ഒരു ചിരിയും. ഞങ്ങൾ രണ്ടാളുണ്ടാക്കും. ആണോ? ഞാന് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതാ? രണ്ട് പിള്ളേരുണ്ട്. കല്യാണം കഴിഞ്ഞ് ശ്രദ്ധിച്ചില്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ് അങ്ങനെയാ ഞാൻ ഞാനും ഉണ്ടാക്കും. ചെയ്യും. ഞാൻ കല്യാണം കഴിഞ്ഞ്. മാത്രമല്ല ആറ്റിറ്റ്യൂഡ് അല്ലേ? ഭയങ്കര ആറ്റിറ്റ്യൂഡ്. മാത്രമല്ല ആറ്റിറ്റ്യൂഡ് ഇൻ ദ സെൻസ് ആ ഒരു ഗാംഭീര്യം എല്ലാരും പറയാറുണ്ടാ? എന്ത് എല്ലാരും എല്ലാരും എന്ത് പറയാ? ലൈക്ക് ആ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ 5 സംസാരിക്കത്തില്ലേ? മിനിറ്റ് കഴിഞ്ഞാൽ ശ്രീവിദ്യക്ക് അടിപൊട്ടും. കിട്ടും. ഞാൻ ഇത് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. മലപ്പുറത്തുനിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഒരു എന്താ പറയാ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആണല്ലോ. ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് അല്ല. മോളെ, എന്റെ തമാശ attitude. പറഞ്ഞാ ഒരു എന്താ പറയാ തമാശ പറഞ്ഞാന്ന്. ഇത് അയ്യോ ഒന്നും പറയല്ലേ, അവളെ പാവാ. ഞാനിപ്പോ കരയുന്നു. നമുക്ക് ഈ ടേബിളിൽ നിന്ന് പൊക്കൂടെ? ഫ്യൂഷൻ ചിക്കൻ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ. ഫ്യൂഷൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് നമ്മള്. അതെ അതെ അതെ. ഒരു പരിപാടി ഫ്യൂഷനൊക്കെ വേണം. അതെ. എനിക്ക് ഇത് ഇതാ. എന്താ ഈ ഫ്യൂഷൻ ചിക്കൻ ബിരിയാണി? ഇപ്പം മനസ്സിൽ വന്നതാ, അന്നേരം പിന്നെ ആ പേരെഴുതി. ഇപ്പൊ ഉണ്ടാക്കി പറയണോ? അതെ. അതായത് ബിരിയാണി സമൂഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഫ്യൂഷൻ ചിക്കൻ ബിരിയാണി. അല്ല, പക്ഷെ അതിലായിട്ട് അത് നോക്കുക, അവിടെ പല കളർ നമ്മുടെ പല പാട്ടുകൾ മിക്സ് ചെയ്ത് ഡാൻസ് കളിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഫ്യൂഷൻ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പല കളറിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഫ്യൂഷൻ ചിക്കൻ ബിരിയാണി. നാളെ ഇപ്പൊ നോക്കിയാൽ നമ്മൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ നിൽക്കുമ്പോ അവിടെ ബോർഡിലുണ്ടാവും നമ്മൾ മെനു കാർഡ് എടുക്കുമ്പോൾ. ഓക്കെ, ഇത് ഞങ്ങള് ഉടനെ ഈ ഫ്യൂഷൻ കഴിക്കാൻ നമ്മൾ വരും. അപ്പൊ എന്തായാലും ഞാനേ ഇത്രയും ടേബിളിൽ പോട്ട് ഞാൻ എല്ലായിടത്തും ചോദിച്ചു കട്ടൻ ചായ ഉണ്ടോ, കട്ടൻ ചായ ഉണ്ടോ? എവിടെ ഇല്ലായിരുന്നു. കണ്ടാ കട്ടൻ ചായ. ബിരിയാണി കഴിച്ചിട്ട് ഒരു സുലൈമാനി മസ്റ്റ് ആണ് അല്ലേ? നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയപ്പോ മുതൽ ഇങ്ങനെ ചിരിച്ചിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ചേച്ചി ഭയങ്കര എൻജോയ് ചെയ്താ കുക്ക് ചെയ്യുന്നത്. പാട്ട് പാടി പാട്ടൊക്കെ enjoy ചെയ്തു. ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ 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 ചിരിച്ചിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെയാണോ? ഞാൻ ആദ്യം പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ്. ആണല്ലേ? എനിക്ക് ആൾക്കാരോട് എല്ലാരോടും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെയാണ്. ആണോ? ഒരു വട്ടം കണ്ട പിന്നെ എല്ലാവർക്കും. പ്രോപ്പർ സ്ഥലം ഏതാ? മലപ്പുറം ജില്ലയിലെ എടക്കര, നിലമ്പൂർ. അപ്പൊ അവിടെ വന്നിട്ട് ഇത്താന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കൊണ്ടുവിടാന്ന് പറഞ്ഞ 10 ആൾക്കാർ. നിങ്ങള് ചേച്ചി ഇത്ത ആനി ചേച്ചിയുടെ ഭയങ്കര കൊട്ട ഫാനാ. ആനി ചേച്ചിയെ കണ്ടപ്പോ തൊട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കരുത്. ഭയങ്കര ഫാനാ ആനി ചേച്ചി. അതാണ് ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ. എന്റെ ആനിമേഡത്തിന്റെ ഒരു കാരണം എല്ലാ സിനിമകളും കാണും, എല്ലാത്തിലും ഒരു ഇതായിരുന്നു. പിന്നെ ആൻറ്റീസിന്റെ ആ കിച്ചണിലുള്ള സംസാരം, പിന്നെ മീൻ അങ്ങനത്തെ ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്കൊരു പ്രോഗ്രാമിനൊന്ന് കൂടെ ചെല്ലാനൊന്ന് കഴിഞ്ഞെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത്തവണ ബിരിയാണി. ഓക്കെ.